വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇന്ന് ഞാനുള്ളത് വേമ്പനാട്ട് കായലിൻ്റെ സമീപത്താണ്. ഒരു വള്ളത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നാം, ഞാൻ എന്താണ് ഈ വള്ളത്തിലൊക്കെ എന്നുള്ളത്. വള്ളത്തിൽ വെച്ചിട്ടാണോ കുക്കിങ്? ഒരിക്കലുമല്ല. പക്ഷേ ഇന്നൊരു വള്ളം നിറച്ച് കക്കയിറച്ചിയായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്ന് കക്ക വിഭവമാണ്. എങ്ങനെയാണ് കക്ക ഷെല്ലിൽ നിന്ന് മാറ്റുന്നത്, അതിൻ്റെ പ്രോസസ്സിങ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിത് ആരും തന്നെ, അധികം ആളുകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന്. കൂടെ കക്ക വിഭവവും. അപ്പം നമ്മൾ ഇന്ന് കക്കയിറച്ചി എടുക്കുന്നത്, നമുക്ക് കക്കയിറച്ചി തരുന്നത് പ്രസാദിയേട്ടനാണ്. തണ്ണീർമുക്കത്താണ് ചേട്ടൻ്റെ വീട്. എങ്ങനെയാണ് ചേട്ടൻ ഇത് എങ്ങനെയാണ്, എത്രത്തോളം ആഴമുണ്ട്, എത്ര മണിക്കാണ് ചേട്ടൻ ഇതൊക്കെ ചെയ്തു തുടങ്ങുന്നത്? വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്ന് കുളത്തെ കക്ക വരാൻ പോകും. വേമ്പനാട്ടുകാരന് നടക്കുന്നത് 6 മീറ്റർ താഴ്ചയുണ്ട്. അവിടെ നിന്ന് കൊല്ലി പോയിച്ചാൽ വാരുന്നത്. വാരി 9 മണിക്ക് വാരി വരും. വാരി വന്നു കഴിഞ്ഞാൽ വാരി നേരെ പിന്നെ പാത്രം വെച്ച് വിറകിട്ട് തീയിട്ട് അത് പാത്രത്തിൽ കക്കായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. തിളപ്പിച്ച് തിളച്ച് കഴിയുമ്പം കോരി കിളിക്കണം. അപ്പം കക്ക പൊക്കത്തിൽ കിടക്കും, ഇറച്ചി താഴ്ത്തി വരും. അത് വാരി പിന്നെ ചരുവത്തിട്ട് മനഞ്ഞ് അത് ക്ലീൻ ചെയ്ത് ആണ് എടുക്കുന്നത്. അഴുക്കെല്ലാം കളഞ്ഞ് എല്ലാം കൂടി എത്ര മണിക്കൂർ, എത്ര സമയം? 3 മണിക്കൂർ സമയം. 3 മണിക്കൂർ സമയം. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ പണിക്കായിട്ട് ഇറങ്ങുന്നത്. ചേട്ടൻ തന്ന കക്കയിറച്ചിയാണ് നമ്മുടെ ഇന്നത്തെ വിഭവമായിട്ട് മാറുന്നത്. അപ്പോൾ വളരെ നന്ദി ചേട്ടാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാചകത്തിലേക്ക് കിടക്കാം. 1/2 കിലോ കക്കയിറച്ചിയാണ് നമ്മളിവിടെ ഒരുക്കിയെടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ചുവന്നുള്ളി ഒരു 20 എണ്ണം, 4 വലിയ പച്ചമുളക്, വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, 10 വറ്റൽമുളക്, അരമുറി തേങ്ങ ചിരണ്ടിയത്, പെരിഞ്ജീരകം, കുരുമുളക്, 2 പട്ട കഷ്ണം, പിന്നെ ഒരു ജാതിക്ക. ഇത് നമ്മൾ തൊണ്ട് പൊട്ടിച്ച് ചതച്ചെടുക്കണം. ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ഇന്ന് കക്ക തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമുക്ക് ഈ കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുക്കാം. ഒരു 4 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഈ പച്ചമുളകും കൂടി ചതച്ചെടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ. നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിരുമ്മി ചട്ടിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കക്കയിറച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ കക്കയിറച്ചി വഴറ്റാൻ ആവശ്യമായ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിത് ചതച്ച് റെഡി ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ തേങ്ങ, ഇത്രയും പെരിഞ്ജീരകം, കുരുമുളക്, പട്ട, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ജാതിക്ക, ഇത്രയും ചേർത്ത് നമ്മൾ അരകല്ലിലോ നമുക്ക് മിക്സിയിലോ ഒക്കെ ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി വെന്ത് വരുന്നുണ്ട്. വെള്ളം കാണാം. ഞാനിത് തിരുമ്മി വയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി എളുപ്പമെന്ന് വല്ല വേവിക്കണമെന്നുള്ളവർക്ക് കുക്കറിലോ ഒരു വിസിലടിച്ചെടുത്താലും മതി. നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ചട്ടിയിൽ വെച്ച കക്കയിറച്ചി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചീനച്ചട്ടിയിലേക്ക് വറുക്കാനായിട്ട് മാറ്റാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കക്കയിറച്ചി തോരനാണ്. അപ്പം നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആദ്യം മൂപ്പാവുമ്പോഴേക്കും നമുക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കക്കയിറച്ചി മൊരിഞ്ഞു വരുമ്പോഴേക്കും പൊട്ടി തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 2-3 വേപ്പില തണ്ട് വെച്ച് കൊടുക്കാം.
1 സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവമായ കക്ക ഇറച്ചി തോരൻ റെഡിയായിട്ടുണ്ട്. ഞാനിന്ന് വേമ്പനാട് കായലിൻ്റെ തീരത്തൊക്കെ ഇരുന്നാണ് ചെയ്തത്. വളരെ ഭംഗിയാണ് ഇവിടെ പ്രദേശമൊക്കെ കാണാനായിട്ട്. മനസ്സ് കുളിർന്നാണ് ഇന്നത്തെ പാചകം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതുമയാർന്ന പുതിയ രുചികളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.